അമ്മേനെയും പപ്പേനെയും പല സ്ഥലത്തേക്ക് അയച്ച ശേഷം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാമെന്ന് തോന്നി. അമ്മയ്ക്കൊരു ഉപകാരമായിരിക്കുമല്ലോ എന്ന് ഓർത്ത് നിന്ന് ചിക്കൻ കറി വെക്കാന്ന് വിചാരിച്ചു. ടേസ്റ്റ് ഉണ്ടായിരുന്നതെല്ലാം പട്ടിക്കുട്ടന്മാർക്കും കൊടുത്തു. ഉണ്ടാക്കാൻ സഹായത്തിന് നമ്മുടെ ഷാൻജിയോ ചേട്ടനും ഉണ്ടായി. പുള്ളി പറഞ്ഞതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസ് അരിഞ്ഞു വെച്ചു. അപ്പോഴേ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചട്ടിയില്ലെന്ന് മനസ്സിലായി. അതിലെ കറി മാറ്റി വെച്ചതിന് ശേഷം ചീനിച്ചട്ടി കഴുകി വൃത്തിയാക്കി അടുപ്പും കത്തിച്ച് അത് വെച്ചു. അങ്ങനെ ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു, കടുകിട്ടു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഗിരിഗിരി എല്ലാം ഇട്ട് ഇളക്കി. എത്ര ഇളക്കിയിട്ട് ഇതാവുന്നില്ലല്ലോ എന്ന് ഓർത്ത് സ്വയം പ്രാഗി. അവസാനം ഷാൻജിയോ ചേട്ടനെ മറന്ന് കൈ കെട്ടി എല്ലാം പൊടിയും അങ്ങോട്ടേക്ക് തട്ടി ഇട്ട് ഇളക്കി. അതിന്റെ കുത്തലു ചൊവ്വ മാറുന്ന വരെ ഇളക്കി. പിന്നെ അവസാനം കോഴിയും കൂടി ഇട്ട് ഞാൻ അതങ്ങ് മൂടി വെച്ചു. മെനെ എന്നാൽ കുറച്ചും കൂടി സഹായിക്കാമെന്ന് കരുതി തിണ്ണയെല്ലാം അടിച്ച് വരെ നന്നായിട്ട് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അപരിചിതമായ മണം വന്നത്. ഒന്നല്ല ഗൈസ്, എന്റെ കോഴിക്കറി കരിഞ്ഞുപോയി. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതെന്താ ഇങ്ങനെ കൂടുതൽ കരിയണ്ടല്ലോ എന്ന് വിചാരിച്ച് അതെല്ലാം ഒരു പാത്രത്തിലേക്കാക്കി. അമ്മേനെ സഹായിക്കാൻ പോയത് അവസാനം പണിയാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കുറച്ച് കരിച്ചോവ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ തന്നെ അവസാനം തിന്നു തീർക്കേണ്ടി വന്നു ഗൈസ്.